ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. The first picture shows an equilateral triangle with a smaller triangle got by joining the midpoint of sides cut off. The second picture shows the same thing done on each of the three triangles in the first picture. The third picture shows the same things done in the second picture. അതായത് ഒരു സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ഒന്നാമത്തെ ചിത്രം. അതായത് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാണ്ട് ആ സെൻറ്ററിൽ കിട്ടുന്ന ആ ട്രയാങ്കിളിനെ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, അതാണ് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 3 റെഡ് ട്രയാങ്കിൾസിലും നമ്മൾ ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ ചെയ്ത പോലെ ഇതിൻ്റെ ഒക്കെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്താണ്ട് അതും എന്ത് ചെയ്തു, കട്ട് ചെയ്ത് മാറ്റി. മൂന്നാമത്തെ ചിത്രത്തിൽ വീണ്ടും ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെയും മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് അതും കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, ഇതിന് ഇനിയും ഓരോ ചോദ്യങ്ങളുണ്ട്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? അതേപോലെ തന്നെ ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1 കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇങ്ങനെ തുടരുന്ന ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ്? ഫസ്റ്റത്തേൽ എത്ര ഉണ്ട്? ഫസ്റ്റത്തേൽ 1, ഫസ്റ്റത്തേൽ 1, 2, 3. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 3, ഇവിടെ 9. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. 3, 9, 27. അപ്പോൾ ഒന്നാമത്തേൽ 3 എണ്ണം, രണ്ടാമത്തേൽ 9 എണ്ണം, മൂന്നാമത്തേൽ 27 എണ്ണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദി ഏരിയ ഓഫ് ദ ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. കട്ട് ചെയ്യാത്ത ട്രയാങ്കിളിന്റെ ഏരിയനെ 1 എന്ന് എടുക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് ഏരിയ 1 ആണ്. കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ത്രികോണം ഉണ്ട്? 3 ത്രികോണങ്ങളെ ചുവപ്പും ഉണ്ട്, പിന്നെ സെൻറ്ററിൽ ഒരാളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ആ ഈ സെൻറ്ററത്തെ ട്രയാങ്കിളിനെ ഇവിടുന്ന് വെട്ടി മാറ്റിയിട്ടില്ലെങ്കിലാണ് അത് ഫുൾ ഫിഗർ വരുന്നത്. ആ ഫുൾ ഫിഗറിൻ്റെ ഏരിയനെ 1 ആക്കിയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ട്രയാങ്കിളിനെ എത്ര ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു? 4 എണ്ണം. ഇവിടെ 3 എണ്ണേ നമ്മൾ എഴുതിയിട്ടുള്ളത് ചുവപ്പ് മാത്രമാണ്, പക്ഷെ സെൻറ്ററത്തെ ആളെയും കൂട്ടണം, അതും ഏരിയയിൽ പെടും. 4 ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റിയിരിക്കണം അല്ലേ? അപ്പോൾ അതിൽ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എത്രയായിരിക്കും? 1/4 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചിത്രത്തിൽ ഈ കാണുന്ന ഒരെണ്ണം 1/4 ആണ്. ആ ഒരു ത്രികോണത്തിനെ വീണ്ടും 4 എണ്ണം ആക്കിയിട്ട് മാറ്റിയിരിക്കണം അല്ലേ? ആ ഒരു ത്രികോണത്തിനെ വീണ്ടും 4 എണ്ണം ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഈ 1/4നെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 എന്ന് പറഞ്ഞാൽ 4/1. അപ്പോൾ 1/4 ഇൻറ്റു 4/1 എന്താവും? അതും 1/4 ആവും. അപ്പോൾ 1/16 എന്ന് വരും. ദെൻ മൂന്നാമത്തെ ചിത്രത്തിൽ ഇവിടെയുള്ള വീണ്ടും ഈ കാണുന്ന ഓരോ റെഡിനെ വീണ്ടും 4 എണ്ണം ആക്കി. അപ്പോൾ 1/16/4 വരും. അതിനെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 ഇൻറ്റു 1/4 അഥവാ 1/64 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത്
1/4, രണ്ടാമത്തത് 1/16. ചെറിയ ത്രികോണത്തിന്റെ ഏരിയകളാണ് കേട്ടോ. അടുത്തത് 1/64. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഏരിയ 1/4 ആണ് ഒരു ത്രികോണത്തിന്. അങ്ങനെ 3 റെഡ് ട്രയാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരെണ്ണം 1/4, അടുത്തും 1/4, അടുത്തും 1/4. അപ്പോൾ 1/4 × 3 അഥവാ 3/4 എന്ന് വരും. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/16 ആണ്. അങ്ങനെ ടോട്ടൽ 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9/16 എന്ന് വരും. മൂന്നാമത്തെ ചിത്രത്തിൽ 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഒരെണ്ണം 1/64 ആണ്. അപ്പോൾ ടോട്ടൽ 27/64 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് 3 ട്രയാങ്കിൾ, അപ്പോൾ 3/4. ഒരെണ്ണം 1/4, അപ്പോൾ 3 എണ്ണം ആകുമ്പോൾ 3/4 ആയി. അടുത്തത് ഒരെണ്ണം 1/16 ആണ്, 9 എണ്ണം ഉണ്ട്, അപ്പോൾ 9/16. അടുത്തത് 27/64 എന്ന് വരും. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇങ്ങനെ തുടരുന്ന ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ നമുക്ക് വലിയ പ്രശ്നമല്ല, 3, 9, 27 ആണ്. അത് 3ന്റെ പവറുകളാണ്. 3/1 ആണ് 3. അപ്പോൾ അടുത്തത് 3² 9. അടുത്തത് അതിൻ്റെ പവർ 3/3 27. അപ്പോൾ അടുത്തത് ഇനി എന്താ 27 × 3 ചെയ്താൽ മതി. 7 3 21 1 ഇഷ്ടം 2 വരും. 1 3 3 3 6 7 8 81 വരും. ഇപ്പം 4 എണ്ണം ആയില്ലേ, ഒരെണ്ണം കൂടി വേണം. വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 1 3 3 3 24 243. ഇപ്പം 5 എണ്ണം ആയില്ലേ, നോക്കിയാൽ 1 2 3 4 5 ആണോ. അപ്പോൾ 3 9 27 81 243. ദെൻ രണ്ടാമത്തെ ശ്രേണി എന്തായിരുന്നു? 1/4 1/16 1/64. ഇത് ന്യൂമറേറ്ററിലെല്ലാം 1 ആണ്, ഡിനോമിനേറ്ററിൽ 4ന്റെ പവേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റത് 1/4/1 ആണ്. പിന്നെ അത് 1/4² ആണ്. അടുത്ത് 1/4³ ആണ്. 4³ 64 ആണെന്നുണ്ടെങ്കിൽ അടുത്ത് 4/4 എന്താ 64നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 16 6 ഇഷ്ടം 1 വരും. 4 20 6 4 24 1 25 അഥവാ 1/256 വരും. 4 എണ്ണം ആയിട്ടുള്ള ഒരെണ്ണം കൂടി, അപ്പോൾ വീണ്ടും ഒരു 4. 6 4 24 4 ഇഷ്ടം 2 വരും. 4 20 2 22 2 ഇഷ്ടം 2 1 4 4 24 8 2 10 1024 വരും. സോ 1/1024. 1/4 1/16 1/64 1/256 1/1024. ദെൻ തേർഡ് വൺ 3/4 9/16 27/64 എന്നാണ് വന്നിട്ടുള്ളത്. നോക്കിയാ 3/1 3² 3³ 4/1 4² 4³. ഇത് ഓൾറെഡി നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഡാം ഫസ്റ്റത്തെ 3 എണ്ണം നമ്മൾ അവിടെ എഴുതി. ഇനി നാലാമത് 3/4 അത് 81. 4/4 എത്രയാ 256. ഇനി 3/5 243. 4/5 1024. അപ്പോൾ ഇതാണ് ഈ മൂന്നാമത്തെ ശ്രേണിയുടെ ആദ്യത്തെ 5 ടേം. ഓക്കെ.